30,000 സർവീസാണ് ഇപ്പോൾ ചെയ്തത്. എഞ്ചിൻ ഓയിൽ, ഫിൽറ്റർ, ഓക്കെ. ഇതിൻ്റെ എയർ ഫ്ലോ അത് ഇതിനൊരു മെൻഷൻ ചെയ്തിട്ടുണ്ട്, അപ്പ് എന്ന് പറഞ്ഞിട്ട്. അത് ഏതിനാണെങ്കിലും ആപ്പ് മുകളിലേക്കായിട്ട് വരണം, എന്നാലും നമുക്ക് ഇന്ന് എയർ വലിക്കുമ്പോൾ ഡസ്റ്റ് അതിൽ തങ്ങിയിരിക്കുള്ളൂ. ഓക്കെ, ലോക്ക് ചെയ്യുക, ബോക്സിലേക്ക്. ഓക്കെ, ഇതല്ലടാ മാറ്റി ഓയിൽ ഫിൽറ്റർ കാണണ്ട. അതിൻ്റെ വാഷറും ഓയിൽ ഫിൽറ്ററും ആയിരിക്കും. ഇതെന്താ, ഏത് ഓയില്? 0W60 അല്ലേ? 0W60 2.8 ലിറ്റർ വരും അല്ലേ? അതെ, 26,924 ചെയ്യാൻ വേണ്ടിയിട്ടാണ് കസ്റ്റമേഴ്സ് സർവീസ് കറക്റ്റ് എന്നുള്ളത്. നമ്മുടെ വണ്ടി റീസെയിൽ ചെയ്യുമ്പോൾ ഇത് കാണിച്ചെടുത്താൽ മതി. ഓക്കെ ഓക്കെ. ഇപ്പോൾ നമ്മുടെ വണ്ടിയിലിപ്പോൾ
30,000 സർവീസാണ് ഇപ്പോൾ ചെയ്തത്. ഇപ്പോൾ അതിനെ പറ്റിയിട്ട് ഇപ്പോൾ എന്തൊക്കെയാണ് ചേഞ്ച് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ നമ്മുടെ മോട്ടേഴ്സിൻ്റെ മൊബൈൽ സർവീസിംഗാണ് ഇപ്പോൾ ഞാൻ ഇന്ന് ചെയ്തത്. ഇതിപ്പോൾ അവർ വന്ന വണ്ടിയാണിത്. ഇതിപ്പോൾ അവരിപ്പോൾ ഇതിലിപ്പോൾ എന്തൊക്കെ സർവീസ് ചെയ്തു എന്നുള്ളത് നമ്മുടെ മോട്ടേഴ്സിൻ്റെ അഡ്വൈസറും അതേപോലെ അഡ്വൈസർ ഇപ്പോൾ നമ്മളോട് പറയുന്നതാണ്. 30,000 ക്യാമ്പ് കേട് സർവീസാണ് അപ്പോൾ നമ്മൾ ചെയ്യണം. അപ്പോൾ ഇതിൽ വരുന്നത് എൻജിൻ ഓയിൽ, ഫിൽറ്റർ, പിന്നെ ഒരു വാഷർ, ഇത്ര ഈ 3 പാർട്സാണ് ഇതിൽ റീപ്ലേസ് വരുന്നത്. പിന്നെ അഡീഷണൽ AC ഫിൽറ്റർ അതോടെ റീപ്ലേസ് വരുന്നുണ്ട്. പിന്നെ വരുന്നത് ജനറൽ ചെക്കപ്പ്, 4 വീൽ ബ്രേക്ക് ക്ലീനിങ്, അതന്നെ വരുന്നുള്ളൂ. ഇത്രയും സംഭവങ്ങളാണ് നമ്മൾ ഇതിൽ ചെയ്തേക്കണം. ഓക്കെ. ഇതിൽ എയർ ഫിൽറ്റർ ക്ലീനിങ് വരില്ലേ, അത് ക്ലീൻ ചെയ്ത് കയറ്റുക. പിന്നെ എല്ലാം ടോപ്പ് അപ്പ് ചെയ്യുക. അത് ചെയ്യാൻ എല്ലാം കൂളൻ്റ് ആണെങ്കിലും ബ്രേക്ക് ഓയിൽ ആണെങ്കിലും ബാറ്ററി വാട്ടർ ആണെങ്കിലും എല്ലാം ഇല്ല എന്നുണ്ടെങ്കിൽ അത് ടോപ്പ് അപ്പ് ചെയ്യാം. അതാണ് ഈ സർവീസിൽ വരുന്നത്. ഓക്കെ. ഇനിയിപ്പോൾ ഞങ്ങൾ വണ്ടി ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യും. അതിൽ അലൈൻമെൻറ്റ് ഔട്ടുണ്ടെങ്കിൽ അലൈൻമെൻറ്റ് കൂടെ ചെയ്യേണ്ടതാണ്. ഓക്കെ. ഇനിയിപ്പോൾ അടുത്തൊരു സർവീസ് നമ്മുടെ വരുന്നത് മേജർ സർവീസാണ്. 40,000 ക്യാമ്പ് സർവീസാണ് ചെയ്യുന്നത്. അതിൽ നമുക്ക് മേജറാണ് ഓൾമോസ്റ്റ് ഇതിൻ്റെ എല്ലാ ഇപ്പോൾ എൻജിൻ ഓയിൽ, ഫിൽറ്റർ, കൂളൻ്റ്, ബ്രേക്ക് ഓയിൽ, സ്പാർക്ക് പ്ലഗ്, എയർ ഫിൽറ്റർ, ഫ്യൂൽ ഫിൽറ്റർ, ഇത്രയും സംഭവങ്ങൾ റീപ്ലേസ് ചെയ്യേണ്ടി വരും. ഓക്കെ. അപ്പോൾ 40,000 സർവീസിൽ നമ്മൾ അവിടെ ഷോറൂമിൽ വന്നിട്ട് ഷോറൂമിലേക്കാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ചെയ്യാൻ പറ്റും. മേജർ സർവീസ് ആയതുകൊണ്ട്. ഓക്കെ. നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് പോവാണ്. പഠിച്ചു. ഇതിപ്പോൾ നമ്മൾ ബ്രേക്ക് ചെയ്ത് ABS വർക്ക് ചെയ്യണ്ടോ നോക്കിയതാണ്. പല്ല് പിടിച്ചൊരു സൗണ്ട് അതുണ്ടെങ്കിൽ നമുക്ക് ABS വർക്ക് ചെയ്യേണ്ടത്. ഓക്കെ. അത് ABS പിടിക്കാത്തതാണ് വെച്ചാൽ അതുണ്ടാവില്ല. അതുപോലെ തന്നെ വണ്ടി സ്കിഡായി പോകും. ഓക്കെ. അതുകൊണ്ടാണ് ചില വണ്ടികൾ നിരങ്ങില്ല സംഭവം. ഇപ്പൊ അധികം വണ്ടി, പുതിയ വണ്ടിയൊന്നും നിരങ്ങുന്നില്ല. പെട്ടെന്ന് ചവിട്ടുമ്പോ അങ്ങനത്തെ ഇതാവണില്ല, സൗണ്ട് വരുന്നില്ല. അപ്പൊ ABS പിടിക്കുന്നുണ്ടെങ്കിൽ പിന്നെ നീങ്ങില്ല. ഇപ്പൊ നമ്മുടെ വണ്ടി ചവിട്ടിപ്പടന്നില്ല. നന്നു. അതുകൊണ്ട് കുറെ ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ സ്റ്റിയറിംഗ് പാടില്ല. മറ്റേത് എന്ന് പറഞ്ഞാൽ ഈ സ്കിഡ് ആവണതിനനുസരിച്ച് നമ്മുടെ കൈ പതറിക്കൊണ്ടിരിക്കും. നമുക്ക് ഇപ്പൊ എത്ര എക്സ്പേർട്ട് ഡ്രൈവർ ആണെങ്കിലും ആ ഒരു നിമിഷം നമുക്ക് ഹാൻഡിൽ ഒതുക്കാൻ പറ്റില്ല. പക്ഷെ ABS ആണെങ്കിൽ നമുക്കതില് ബ്രേക്കിനോടൊപ്പം തന്നെ ഈ സാധനം നമുക്ക് കയ്യിൽ ഒതുങ്ങും. പാടില്ല ഇങ്ങനെ.